ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ട്രൂ ഇൻറ്റൻഷൻ ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലുള്ള അവരുടെ ട്രൂ ഇൻറ്റൻഷൻ, ഉദ്ദേശം കാര്യങ്ങളൊക്കെ എന്താണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്നതിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതലൊക്കെയും റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കാവുന്നതാണ്. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്ന സമയത്ത് സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. അവരുടെ പേര്, അവരുടെ മുഖം ഇതെല്ലാം റിപ്പീറ്റ് ചെയ്ത് മനസ്സിലേക്ക് കൊണ്ടുവരിക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. The Wheel of Fortune, 3 of Pentacles, 5 of Swords, 6 of Swords, Temperance, Star Energy, 4 of Cups, 7 of Cups, Magician, 3 of Cups, Hanged Man, 5 of Pentacles, 4 of Pentacles, Sun Energy, 6 of Cups, 6 of Wands, 7 of Wands, Fool Energy. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇതാണ് ഇന്നത്തെ സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു കറണ്ട് എനർജി നോക്കുവാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നും അവർ മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ അവർ ആക്ഷനോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നുണ്ടാവില്ല. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ട്രൂ ഇൻറ്റൻഷൻ എടുക്കുന്നത്. എന്താണ് അവരുടെ ഒരു ഉദ്ദേശം? ഇനി പൂർണ്ണമായിട്ടും റിലേഷൻഷിപ്പിനെ വേണ്ട എന്ന് വെക്കുന്നത് തന്നെയാണോ, അതോ മുന്നോട്ടേക്ക് റിലേഷൻഷിപ്പിനെ വേണം എന്നുള്ള രീതിക്കാണോ അവരുടെ ഇൻറ്റൻഷൻ നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവരുടെ എനർജി എന്തായാലും വളരെ ലോ ആണ്. ഇവരങ്ങനെ ഭയങ്കരമായ ഒരു ഹാപ്പിനെസ് സ്റ്റേജിലൂടെ പോകുന്ന ഒരു പേഴ്സന്റെ എനർജി അല്ല നമ്മൾ കറന്റ് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്നത് അങ്ങനത്തെ ഒരു പേഴ്സന്റെ സാന്നിധ്യം അല്ല. ഇവര് ചിലപ്പോൾ ഇവരുടെ കരിയറിൽ ജോലി സംബന്ധമായിട്ടോ ഫിനാൻഷ്യൽ കാര്യങ്ങളിലോ ജീവിതത്തിന്റെ കാര്യങ്ങളിലോ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകാനായിട്ട് ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നുണ്ട്. എല്ലാ രീതിയിലും തന്റെ ജീവിതത്തിൽ തന്നെ ഒരു ഹാപ്പിനെസ് വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. കുറ്റബോധം ഈ ഒരു പേഴ്സണെ വല്ലാതെ അലട്ടുന്നതായിട്ട് കാണാം. ചെയ്തു പോയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഒരു റിഗ്രറ്റ് തോന്നി അതിൽ നിന്നും ഒരു പാഠം ഉൾക്കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ലേണിംഗ് പ്രോസസ്സിലാണ്. ഒത്തിരി കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് പഠിക്കുന്നുണ്ട്. പഠിക്കുക എന്ന് പറയുമ്പോൾ ചുറ്റുപാടും നടക്കുന്ന ജീവിതങ്ങളിൽ നിന്നും അതുപോലെ അവർക്ക് നല്ല രീതിയിലുള്ള ഉപദേശങ്ങളോ കാര്യങ്ങളോ കൊടുക്കുന്ന സുഹൃത്തുക്കളായിക്കൊള്ളട്ടെ, അതുപോലെ തന്നെ അവരുടെ ഫാമിലി ആയിക്കൊള്ളട്ടെ, അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർക്ക് ഒരുപാട് ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ലഭിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ ഇവര് നേരത്തെ വലിയ കാര്യമായിട്ട് അതൊന്നും ചെവിക്കൊള്ളാതിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അങ്ങനെയല്ല, ഇവരതൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട്, ഇവരതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ്. അപ്പൊ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള ഒരു ഇന്റൻഷൻ ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. നമുക്കിവിടെ ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് തന്നെ വന്നിരിക്കുന്ന 8 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ഇവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇവർ വളരെ പ്രതീക്ഷയോടുകൂടി ഇപ്പോഴും നിങ്ങളുടെ ബന്ധത്തെ നോക്കി കാണുന്നവർ തന്നെയാണ്. മുന്നോട്ടേക്ക് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ആഗ്രഹം കാര്യങ്ങളൊക്കെ ഇവരുടെ ഉള്ളിലുണ്ടെങ്കിലും ഇവർ മൊത്തത്തിൽ കൺഫ്യൂഷൻ എനർജിയിലാണ്. അല്ലെങ്കിൽ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എവിടെയാണ് അവസാനിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഇതിലൊരു ക്ലാരിറ്റി ഇല്ലായ്മ ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ബന്ധത്തിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉള്ള ബന്ധമാവാനുള്ള സാധ്യതകൾ ഇവിടെ വന്നിട്ടുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തി സാന്നിധ്യങ്ങളോ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോ ആയിരിക്കാം. ഇവരൊരു അഡിക്ഷന്റെ ഭാഗത്തിൽ നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് മാറിപ്പോയവരാണ്. എന്നാൽ ഇപ്പോൾ ആ ഒരു അഡിക്ഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ അവസാനിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും അവരോട് ഒരു ഹാപ്പി അല്ല, ഒന്ന് മാറണം, ഒരു ചേഞ്ച് വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുപോലെ ഇവരുടെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇവർക്ക്
യൂണിവേഴ്സൽ പവറിന്റെ ഒരു റിഫ്ലക്ഷൻ ലഭിച്ചിട്ടുണ്ട്. റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു വേദന ഇവരെ അലട്ടുന്നുണ്ട്. അതും മാനസികപരമായിട്ടുള്ള ഒരു വേദനകളാണ്. മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ജീവിതത്തിൽ എല്ലാ രീതിയിലും ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് മാറണം, അല്ലെങ്കിൽ തന്റെ ജീവിതത്തിൽ തന്നെ തനിക്കൊരു നീതി ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഏത് സാഹചര്യത്തിൽ പോയി നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിലും നീതിപൂർവ്വം മുന്നോട്ടേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്ന, അതായത് അവരുടെ ലൈഫിൽ ഇപ്പൊ നിങ്ങളെ കുറിച്ച് എന്നുള്ളതല്ല നമ്മൾ നോക്കാം, അവരുടെ ഒരു എനർജി പറയുകയാണെങ്കിൽ അവർക്ക് ഇനി അവരുടെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകണം എന്നുണ്ടെങ്കിൽ അത് നീതിപൂർവ്വം ഓരോ കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ട് തന്നെ ആയിരിക്കണം എന്നൊരു തിരിച്ചറിവ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു ഇന്റൻഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഈ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഇമോഷൻസ് അല്ലെങ്കിൽ ഇവരുടെ സ്നേഹം കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യാതെ അവരുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെ അവർക്ക് സ്നേഹമുണ്ട്, പക്ഷെ ഒരു ലിമിറ്റിൽ കൂടുതൽ പുറത്തേക്ക് കാണിക്കില്ല. അവർക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ചിന്തയോ അല്ലെങ്കിൽ ഇവരുടെ ഒരു കാഴ്ചപ്പാടുകളൊക്കെ ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള വ്യക്തിയാണ്. അതിപ്പോ ഈഗോ എന്ന് തന്നെ പറയാനായിട്ട് പറ്റില്ല. ഇവരുടെ ഒരു ജനറ്റിക് ആയിട്ടുള്ള നേച്ചർ ആയിരിക്കാം ഒരു പക്ഷെ. ഈഗോ ഉണ്ടായിരിക്കാം, അതിന്റെ കൂടെ ഇവരുടെ ഒരു നിലപാടുകളൊക്കെ ഭയങ്കര വ്യത്യസ്തമാണ്. അതുപോലെ ഒരു തീരുമാനങ്ങളോ കാര്യങ്ങളോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ തന്നെ ഇങ്ങനെ ഉറച്ചു നിൽക്കും. പെട്ടെന്നൊന്നും അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവില്ല. അതിപ്പോ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അവരെടുക്കുന്ന തീരുമാനമാണ് നല്ലത് അല്ലെങ്കിൽ ശരി എന്നൊരു നിലപാട് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നവരാണ്. പിന്നെ അതിലൊരു മാറ്റങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ അവർക്കായിട്ട് തന്നെ ഒരു തിരിച്ചറിവോ കാര്യങ്ങളോ ഒക്കെ വന്ന്, അതായത് ആരെങ്കിലും പറഞ്ഞു കൊടുത്താലൊന്നും മാറുന്നവരല്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു person ആണ്. എന്നാൽ നിലവിൽ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവരങ്ങനെ മറ്റുള്ളവരുടെ വാക്കുകൾ ചെവിക്കൊള്ളാത്ത ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അങ്ങനെയല്ല. ഇവർ മറ്റുള്ളവർ പറയുന്നതൊക്കെ കേട്ട് മനസ്സിലാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ചുറ്റുപാടും നടക്കുന്ന ജീവിതങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കി എടുക്കുകയും അതുപോലെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന വ്യക്തികളുടെ ആ ഒരു നല്ല വാക്കുകൾ സ്വീകരിക്കുകയും ചെയ്യാണ്. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ ആ ഒരു കാഴ്ചപ്പാടുകൾക്കും രീതികൾക്കും ഒക്കെ ഒരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇതുവരെ എക്സ്പ്രസ് ചെയ്യാതെ മനസ്സിൽ ഇങ്ങനെ അടക്കി വെച്ചിരുന്ന ആ ഒരു സ്നേഹത്തെയൊക്കെ ഇനിയെങ്കിലും പുറത്തേക്കൊന്ന് റിലീസ് ചെയ്യണം. റിലീസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൈകളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അതിനെ നൽകണം. അങ്ങനെയൊക്കെ ഒരു ഇന്റൻഷൻ ഇവിടെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഈ ഒരു വ്യക്തിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവർ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. അല്ലെങ്കിൽ ഇവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളിലൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. മാനിഫെസ്റ്റേഷൻ എനർജിയാണ് വന്നിരിക്കുന്നത്. സ്ട്രോങ് ആയിട്ട് അവരുടെ എനർജിയിലേക്ക് അവർ നിങ്ങളെ അട്രാക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നിങ്ങളുടെ അടുത്തേക്ക് അങ്ങോട്ടേക്ക് വരുന്ന കാര്യത്തിൽ ഇവർ കുറച്ചധികം കൺഫ്യൂഷൻ ആയിട്ട് കാണുന്നുണ്ട്. കാരണം ഇവരുടെ ഉള്ളിൽ തന്നെ കിടക്കുന്ന ഒരു സംഭവം, അതായത് ജനറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും മാറി ഒരു വ്യക്തി വേറൊരാളായിട്ട് വരിക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്നൊന്നും സാധ്യമാകുന്ന ഒരു കാര്യമല്ല. പക്ഷെ ഒരാളുടെ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിളിങ്സ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൽ നിന്നൊരു പാഠം ഉൾക്കൊണ്ടിട്ട് ഒത്തിരി കാര്യങ്ങളിൽ ഒരാൾ മാറ്റം കൊണ്ടുവരും. അങ്ങനെ ഒരു മാറ്റം എന്തായാലും നിങ്ങളുടെ വ്യക്തിയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളുടെ അടുത്തേക്ക് എത്തും. പക്ഷെ അതിലൊരു കൺഫ്യൂഷൻ ഇവിടെ കാണുകയാണ്. ഇവർക്ക് എവിടെ നിന്ന് തുടങ്ങണം എന്നറിയില്ല. കാരണം ഒരു സമയത്ത് ഇവരുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ നിൽക്കുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യങ്ങൾ മുന്നിലേക്ക് വരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവർ പെട്ടെന്ന് തന്നെ നിങ്ങളെ മാറ്റി നിർത്തിയ ഒരു വ്യക്തിയാണ്. അവരുടേതായ ഒരു സന്തോഷങ്ങൾക്കോ അല്ലെങ്കിൽ അവർക്ക് മുന്നിലേക്ക് ഒരുപാട് ഓപ്ഷൻസ് വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഏതായിരിക്കും നല്ലത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ വന്നപ്പോൾ അവർ ഏതോ ഒരു കാര്യം സെലക്ട് ചെയ്ത് അങ്ങോട്ടേക്ക് മാറിപ്പോയിട്ടുണ്ട്. അതായത് നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നിലവിൽ അവർ ജീവിതത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം ആയതുകൊണ്ടിട്ട് അവരെടുത്ത തീരുമാനം അവർക്ക് തെറ്റായി പോയി എന്നൊരു തോന്നൽ ഇവിടെ വരുന്നുണ്ട്. അതിൻ്റെതായ ഒരു റിഗ്രറ്റും അതിൻ്റെതായ ഒരു കുറ്റബോധവും കാര്യങ്ങളൊക്കെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ എനർജി വളരെ ലോ ആണ്. അപ്പൊ ഇവര് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കാലങ്ങളായിട്ട് ഈ ഒരു സാഹചര്യം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് കണക്ട് ആവാനുള്ള സാധ്യത ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, അവരുടെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യസ്തത വരുന്നുണ്ട്. ഇവിടെ നമുക്ക് സ്ട്രോങ് ആയിട്ടൊരു മാനിഫെസ്റ്റേഷൻ എനർജി വന്നിട്ടുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. രണ്ടാണെന്നുണ്ടെങ്കിലും വളരെ സ്ട്രോങ് ആണ്. അവരുടെ ഹൃദയമൊക്കെ ഇപ്പോൾ ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഹാർട്ട് ചക്രയൊക്കെ ബ്ലോക്ക്ഡ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഹാർട്ട് ചക്രയാണെങ്കിലും സേക്രൽ ചക്രയാണെന്നുണ്ടെങ്കിലും ഒക്കെ ഇവിടെ ഓപ്പൺ ആയി തുടങ്ങിയിരിക്കുന്ന സാഹചര്യമാണ്. അപ്പൊ അങ്ങനെ ഓപ്പൺ ആവുന്നതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഹൃദയം കൊണ്ട് നിങ്ങളെ തൊട്ടറിയുന്ന നിമിഷമാണ്. എന്നുവെച്ചാൽ ബുദ്ധിജീവി ടൈപ്പ് ഒക്കെ ആണെന്നുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അങ്ങനെയല്ല. വൈകാരികപരമായിട്ട് ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതുപോലെ നിങ്ങളുടെ സ്നേഹത്തിന്റെ തീവ്രത മനസ്സിലാക്കുന്നു.
അപ്പൊ അങ്ങനെയൊക്കെ ഒരു സാഹചര്യം വരുന്നത് കൊണ്ട് ഈ ഒരു ബന്ധത്തില് ഒരു സക്സസ് വേണമെന്നൊരു ആഗ്രഹം ഇവർക്കുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ ആ ഒരു പഴയ ബോണ്ടിങ്, നിങ്ങൾ തമ്മിൽ ഒരു ബോണ്ടിങ് ഒക്കെ ഉണ്ടായിരുന്ന വ്യക്തികളായിരുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇവരിലേക്കാണെങ്കിലും ഭയങ്കര ബോണ്ടിങ് കാര്യങ്ങളൊക്കെ ചേർത്ത് നിർത്തിയ വ്യക്തികളായിരുന്നു എന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതുപോലെ വീണ്ടും ഇവരെ ചേർത്ത് നിർത്തണം എന്ന് ഇവരിപ്പോ ചിന്തിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. പക്ഷെ അത് നിങ്ങളിലേക്ക് പെട്ടെന്ന് ഡയറക്റ്റ് വന്ന് ചോദിക്കുക എന്ന് പറയുമ്പോൾ അവരുടെ ആ ഒരു ഈഗോ ആയിക്കൊള്ളട്ടെ, അത് അവരെ അംഗീകരിപ്പിക്കുന്നില്ല. അല്ലെങ്കിൽ പെട്ടെന്ന് വരിക എന്നുള്ള കാര്യത്തിൽ കുറച്ച് സ്ട്രഗിളിംഗ് ആണ്. എന്നാൽ അവർ മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു ബന്ധത്തിന്റെ ഒരു കീ എന്ന് പറയുന്നത് സ്വന്തം കയ്യിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ ഇതിനകത്തൊരു സെലിബ്രേഷൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സന്റെ എനർജി തന്നെയാണ് വന്നിരിക്കുന്നത്. സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുമായിട്ടുള്ളൊരു ഒന്നുചേരൽ തന്നെയാണ്. ഇവർ പൂർണ്ണമായിട്ടും നിങ്ങളെ ഉപേക്ഷിക്കുക എന്നൊരു ഇന്റൻഷൻ അല്ല ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളെ തിരിച്ചു വേണം എന്നൊരു ആഗ്രഹം തന്നെയാണ്. പക്ഷെ നിലവിൽ ഇവർക്ക് നിങ്ങളിലേക്ക് എത്താനായിട്ട് കുറച്ചധികം ബ്ലോക്കേജസ് ഇവിടെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു ബ്ലോക്കേജസിൽ പെട്ടിട്ട് ഇവർ കുറച്ചധികം സ്റ്റക്ക് ആയിട്ടാണ് നിൽക്കുന്നത്. ഒരു കൺഫ്യൂഷൻ ഇവിടെ നിങ്ങളിലേക്ക് എത്തുന്ന കാര്യത്തിലും ഉണ്ട്. അവർക്ക് എവിടെ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയാത്തൊരവസ്ഥ. എങ്കിലും ന്യൂ ബിഗിനിങ് വേണം. തടസ്സങ്ങൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എത്തും എന്നുള്ളൊരു ഉറച്ച നിലപാടിലേക്ക് എന്തായാലും വന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ വ്യക്തി ഇതുവരെ നിങ്ങളിലേക്ക് ഒരു തീരുമാനങ്ങളോ കാര്യങ്ങളോ ഒന്നും അറിയിക്കാതെ, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഒരു ഇമോഷൻസും എക്സ്പ്രസ് ചെയ്യാതെ അങ്ങനെയൊക്കെ നിന്നൊരു സാഹചര്യമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്തായാലും അവരുടെ എനർജിയിൽ ഒത്തിരി മാറ്റങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഡിസിഷനിലേക്ക് വന്നിരിക്കുന്നത്. ഒരാള് ഒരു കാര്യത്തിലേക്ക് ഡിസിഷൻ എടുത്തിട്ട് പിന്നീടാണ് അതിന്റെ അനുസരിച്ചുള്ള ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ വ്യക്തിയിൽ എന്തായാലും ഡിസിഷൻ ഇവിടെ സ്ട്രോങ് ആയിട്ട് വന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ചില സാഹചര്യങ്ങൾ കൊണ്ട് അവർ ലൈഫിൽ സ്റ്റക്ക് ആണ്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയായിരിക്കും ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ എന്താണെന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു സ്റ്റക്നെസ് ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു സ്റ്റക്നെസ്സിൽ അവർ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് അവിടെ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് വേണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. സ്വാർത്ഥമായ രീതിയിൽ തന്റേതായ ലൈഫോ അല്ലെങ്കിൽ തന്റേതായ സന്തോഷം എന്നും പറഞ്ഞ് അതും കെട്ടിവെച്ചിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അതിലൊന്നും അവർക്കൊരു വളർച്ച ഇല്ല എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. മൊത്തത്തിൽ അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, അവരുടെ ആ ഒരു ബിഹേവിയറിലുള്ള പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, അതെല്ലാം എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചതിന് ശേഷം ഒരു പുതിയ മനുഷ്യനായിട്ട് നിങ്ങളിലേക്ക് എത്തണം. അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ നല്ലൊരു ബാലൻസിങ് കൊണ്ടുവരണം. യൂണിവേഴ്സൽ ബ്ലെസ്സിങ്ങോട് കൂടി തന്നെ ഈ ഒരു ബന്ധം ഒന്നുകൂടി ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. ഒരുപാട് തെറ്റുകൾ കാര്യങ്ങളൊക്കെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവരുടെ ഭാഗത്തു നിന്നും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ചിലപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വാക്ക് തർക്കങ്ങളോ പ്രശ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷെ എന്താണെന്നുണ്ടെങ്കിലും അതിലൊക്കെ ഒരു ചേഞ്ച് കൊണ്ടുവരണം എന്നൊരു ആഗ്രഹം ഇവരുടെ ഉള്ളിലുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു നിലപാട് എടുത്തു കഴിഞ്ഞാൽ ഒരു രീതിയിലും മാറ്റാത്ത ഒരു വ്യക്തിയായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ട് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം അങ്ങനെ ഒരു പേഴ്സന്റെ സാന്നിധ്യം കിട്ടുന്നത്. അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് എത്തുക എന്നൊരു മെന്റാലിറ്റിയിൽ തന്നെ നിൽക്കുന്നതായിട്ട് നമുക്ക് വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അവർക്ക് ചുറ്റിനും എന്തൊക്കെ സുഖ സൗകര്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാലും, ആരൊക്കെ അവർക്കൊരു സന്തോഷം കൊടുക്കാൻ അവരുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാലും, ചിലപ്പോൾ അവരുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, അവരുടെ ഫാമിലി ആയിരിക്കാം, ചിലപ്പോൾ അവർ കരിയറിലൊക്കെ നല്ല രീതിക്ക് നിൽക്കുന്നവരോ അല്ലാന്നുണ്ടെങ്കിൽ അവർ സാമ്പത്തിക ഭദ്രതയുള്ള വ്യക്തികളോ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവിടെ അവരിപ്പോ ഒരു ഓക്കെ മൈൻഡിലാണ്. പൂർണ്ണമായിട്ടും അവരത്ര മാനസികപരമായിട്ട് സന്തോഷം അനുഭവിക്കാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. നിങ്ങളുടെ പ്രസൻസ് നല്ല രീതിയിൽ ഈ ഒരു വ്യക്തി മിസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഈ ഒരു സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ പോകുന്നവരായിരിക്കാം. എന്നാൽ ഇപ്പോ അവരുടെ ഓർമ്മകളിലേക്ക് നിങ്ങളുമായിട്ടുള്ള ഒരുമിച്ചുണ്ടായിരുന്ന ആ ഒരു ജീവിതമൊക്കെ കടന്നു വരുന്നുണ്ട്. അപ്പൊ നിങ്ങളൊരു കമ്മിറ്റ്മെന്റ് ഒക്കെ ആയിട്ട് പോയവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ, ഇല്ലാന്നുണ്ടെങ്കിൽ കമ്മിറ്റ്മെന്റ് ആഗ്രഹിച്ചിരുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലും കണക്ട് ചെയ്യാം. അപ്പൊ അവർക്ക് അവരുടേതായ കാര്യങ്ങളിലേക്ക് പോലും പൂർണ്ണമായിട്ട് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊരു എനർജി കൂടെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് ചിലപ്പോൾ ജോലിയുടെ കാര്യത്തിലാണെങ്കിലും മറ്റെന്ത് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സ് കൈവിട്ടു പോകുന്നു. മനസ്സിനെ ഒന്ന് പിടിച്ചു നിർത്താനായിട്ട് മാക്സിമം അവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും അവർ കൺഫ്യൂഷനിലേക്ക് പോവാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ കൺഫ്യൂഷനിലേക്ക് പോകുന്നുണ്ടെങ്കിലും കൺഫ്യൂഷനിലേക്ക് പോകാനുള്ള റീസൺ എന്ന് പറയുന്നത് അവരെടുത്തിരുന്ന ഡിസിഷൻ തെറ്റായി പോയി എന്നുള്ളതാണ്. അപ്പൊ ഇവര് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ട് അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന വ്യക്തികളാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. പക്ഷെ അത് വൺസ് അവർക്ക് തെറ്റിപ്പോയി എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ അവർ മൊത്തത്തിൽ അതിനെ ഓവർ തിങ്ക് ചെയ്ത് ഭയങ്കരമായിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കി മാറ്റും. ഇവിടെ അങ്ങനത്തെ ഒരു എനർജി കാണുന്നുണ്ട്.
അവർക്കിപ്പോൾ തെറ്റ് നിങ്ങളുടെ കാര്യത്തിൽ അവർ എടുത്ത ഡിസിഷൻ തെറ്റാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ഒരു കോൺവെർസേഷൻ കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു തീരുമാനവും കാര്യങ്ങളൊക്കെ ആക്കാൻ സാധിക്കും. അതിപ്പോൾ നിങ്ങൾ അവരെ സ്വീകരിക്കാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിലും റിജക്റ്റ് ചെയ്യാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ബന്ധത്തിൽ ഒരുപക്ഷെ നടക്കുമായിരിക്കും. പക്ഷെ ഇവരത് ചെയ്യാത്തതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇവർ ചിന്തിച്ചു കൂട്ടി മൊത്തത്തിൽ കൺഫ്യൂഷനോളജിയിലാണ് നിൽക്കുന്നത്. അവർക്കൊന്ന് ഓക്കെ ആവാൻ അല്ലെങ്കിൽ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ സ്വയം ഹീൽ ആവണം. ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പോയി സമാധാനിപ്പിച്ചാൽ അവർ അങ്ങനെ ഹീൽ ആയിട്ട് പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കില്ല. ഇവർ ഒറ്റയ്ക്ക് ഇരുന്ന് ഇവരെ തന്നെ ഓക്കെ ആക്കി സ്വയം ഹീലായി അങ്ങനെ അവരൊരു ഡിസിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ഡിസിഷൻ തന്നെ അവർ ചെയ്യും. അപ്പൊ ആദ്യ സമയത്ത് തെറ്റിപ്പോയ ഡിസിഷൻസിനെ ഇപ്പോൾ ഒന്നുകൂടെ തിരുത്താനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലുള്ള ഇന്റൻഷൻ എന്ന് പറയുന്നത് ഇതിലൊരു വിജയം എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. അപ്പൊ അങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്ക് അവർ ഇനി ഇറങ്ങി തിരിക്കാനായിട്ട് അവരെ സ്വയം അവര് ഹീൽ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിങ്ങിലൂടെയാണ് കടക്കുന്നത്. ആ ഒരു പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവരുടെ എനർജിയിൽ ഇവർ ആ ഒരു കാര്യങ്ങളിലേക്ക് എത്തി നിൽക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇവരുടെ ആ ഒരു ഹേർട്ട് ചക്ര ആയിക്കൊള്ളട്ടെ സേക്രൽ ചക്ര ആയിക്കൊള്ളട്ടെ എല്ലാം ഓപ്പൺ ആയിരിക്കുന്നത്. ഭയങ്കരമായിട്ടൊരു യൂണിവേഴ്സൽ പവർ നിങ്ങളുടെ ബന്ധത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നതായിട്ട് അവിടെ കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അലട്ടിക്കൊണ്ടിരുന്ന ആ ഒരു ബാഡ് കർമാസ് ഒക്കെ പൂർണ്ണമായിട്ട് അവസാനിച്ചിട്ട് അവിടെ നിന്ന് ഒരു ഗുഡ് കർമ്മയുടെ സ്റ്റാർട്ടിങ്, അതും നിങ്ങളുടെ വ്യക്തിയിലൂടെ തന്നെ. നിങ്ങൾ യൂണിവേഴ്സൽ പവറിൽ വിശ്വസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തിയിൽ അതിൽ വിശ്വസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു പവറിന്റെ സാന്നിധ്യം ഈ ഒരു സ്പ്രെഡിൽ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. കാരണം ഒരു സമയത്ത് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ വേണ്ടാന്ന് വെച്ച് പോയ ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലവരെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും വേണ്ടാന്ന് വെച്ചിട്ടുണ്ടായിരിക്കാം. ചിലവരാണെന്നുണ്ടെങ്കിൽ ഒരു നിലപാടില്ലാത്ത രീതിയിൽ നിങ്ങൾക്കൊരു ആൻസർ തരുന്നുമില്ല എന്നാൽ അവരോട്ട് ആക്ഷൻ എടുക്കുന്നുമില്ല. അങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോ വളരെയധികം പ്രതീക്ഷ നിങ്ങളുടെ വ്യക്തിക്ക് തന്നെ ഈ ഒരു ബന്ധത്തിന്റെ കാര്യത്തിലുണ്ട്. അവർ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ നിങ്ങളുടെ ബന്ധത്തെ ഇപ്പൊ നോക്കിക്കാണാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതൊരു പോസിറ്റീവ് സൈൻ തന്നെയാണ് ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം. കാരണം സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്നും ഒന്ന് അനക്കം വെച്ച് തുടങ്ങുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല ഒരിക്കലും. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് ഇത് കണക്റ്റഡ് ആണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, റെസനേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എനർജിയെ നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവായിട്ട് തന്നെ അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാം. ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമുക്കിവിടെ സ്പ്രെഡ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിങ്ങിന്റെ കാര്യത്തിൽ നിങ്ങളുടെ കറണ്ട് എനർജിയിൽ യൂണിവേഴ്സ് ഈ ഒരു സമയത്ത് നിങ്ങളോട് എന്തെങ്കിലും പറയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് കൂടെ നമുക്ക് നോക്കാം. കാരണം ഇങ്ങനെ ഒരു സ്പ്രെഡ് വരുമ്പോൾ നിങ്ങളും ഇപ്പോൾ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയില്ല. ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചിലപ്പോൾ മൂവ് ഓൺ ചെയ്യാനായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിലായിരിക്കാം ഈ ഒരു റീഡിംഗ് നിങ്ങളിലേക്ക് എത്തുന്നത്. ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ആ ഒരു വ്യക്തി ഒരു തീരുമാനം എടുക്കണേ എന്നുള്ള രീതിക്കായിരിക്കും നിൽക്കുന്നത്. അപ്പൊ നിങ്ങളുടെ എനർജി കുറച്ചധികം ലോ ആയിട്ട് സ്പ്രെഡിൽ കണക്ട് ആവുന്നുണ്ട്. അപ്പൊ യൂണിവേഴ്സ് എന്തെങ്കിലും ഒരു മെസ്സേജസ് നിങ്ങളോട് പറയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. വെയിറ്റ് ആണ് നമുക്ക് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരൊറ്റ സ്പ്രെഡിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ സഡൻ ആയിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ വരട്ടെ. കാരണം ഇവർ പൂർണ്ണമായിട്ടും നിങ്ങൾ ഉപേക്ഷിച്ച് പോയിരിക്കുന്ന ഒരു വ്യക്തിയല്ല. അവരിൽ ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു സമയത്ത് നടക്കുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കാൻ വരട്ടെ. നിങ്ങൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാൻ തയ്യാറാകൂ. ആസ്ക് യുവർ ഏഞ്ചൽസ്. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു യൂണിവേഴ്സൽ പവറിൽ അത്രത്തോളം വിശ്വാസം അർപ്പിച്ച്, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തിയിൽ അത്രത്തോളം വിശ്വാസം അർപ്പിച്ച് മുന്നോട്ടേക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ തന്നെയാണ് ഈ ഒരു വ്യക്തിയുടെ എനർജിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾക്ക് പിന്നിലുള്ള രഹസ്യം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് വിശ്വാസത്തോടു കൂടി നിങ്ങളുടെ പ്രാർത്ഥന എന്താണോ അത് നിങ്ങൾ ആ ഒരു യൂണിവേഴ്സിനോട് ചോദിക്കുക. ആ ഒരു ചോദ്യത്തിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉത്തരങ്ങൾ ലഭിക്കും. കുറച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകൂ എന്നുള്ളതാണ് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത്. ഇംപ്രൂവിങ് ഹെൽത്ത്. നിങ്ങൾ ഈ ഒരു സമയത്ത് ഒരുപാട് നിങ്ങൾ ചിന്തിച്ചു കൂട്ടി വളരെയധികം ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിലേക്ക് പോയി നിങ്ങളുടെ ഹെൽത്ത് ഒക്കെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കൂ. അതോടൊപ്പം നിങ്ങളുടെ ഹെൽത്ത് കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ എന്നുള്ള ഗൈഡൻസ് ഇവിടെ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഈ ഒരു വ്യക്തി തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ ഇവര് പ്രതീക്ഷിച്ചാണ് നിങ്ങൾ ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് മോശമായിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചധികം ഓക്കെ ആയിട്ടിരിക്കൂ എന്നുള്ളതാണ് പറയുന്നത്. മെന്റൽ ഹെൽത്തിനൊക്കെ കുറച്ച് കൂടുതലായിട്ടൊരു വാല്യൂ കൊടുക്കുക. ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല ഹെൽത്ത് എന്ന് പറയുമ്പോൾ മെന്റലി ആണെന്നുണ്ടെങ്കിൽ മനസ്സിന്റെ ആരോഗ്യവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്.
Ask for help from others. Helpful people. In the near future. Be assertive. Choose a new direction. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് നോ നീഡ് ടു വറി ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് ആൻഡ് ഹെൽപ്ഫുൾ പീപ്പിൾ ആണ്. നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ആരുടെയെങ്കിലും സഹായമോ കാര്യമോ ആവശ്യമാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ റീഡിങ്ങിൽ കണ്ടിരിക്കുന്ന കാര്യങ്ങളോ മറ്റോ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു ലോങ് ഡിസ്റ്റൻസ് ഒക്കെ അല്ല, ഇവരെ കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും സഹായം ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു സിറ്റുവേഷൻ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അറിയാനായിട്ട് സാധിക്കും. അതിപ്പോ വ്യക്തികളിൽ നിന്ന് മാത്രമല്ല, ഹെൽപ്ഫുൾ പീപ്പിൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് എന്ന് പറയുമ്പോൾ വ്യക്തി സാന്നിധ്യങ്ങൾ മാത്രമല്ല അവിടെ വരുന്നത്, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തിയായിട്ടാണെന്നുണ്ടെങ്കിലും. വ്യക്തി സാന്നിധ്യങ്ങൾ അല്ലെങ്കിൽ ദൈവിക ശക്തി എന്ന് പറയുമ്പോൾ ഇപ്പൊ റീഡിംഗ് ആയിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്പാണ് അല്ലെ. നിങ്ങൾക്ക് ഇപ്പൊ അറിയില്ല ആ ഒരു വ്യക്തിയുടെ സാഹചര്യം എന്താന്നുള്ളത്, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇപ്പൊ റീഡിങ്ങിലേക്ക് നിങ്ങൾ ആശ്രയിക്കുകയാണ്, അതൊരു ഹെൽപ്പാണ് നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾക്ക് റീഡിങ്ങിലൂടെ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇൻ ദ നിയർ ഫ്യൂച്ചർ ആണ് വന്നിരിക്കുന്നത്. വരുന്ന സമീപ ഭാവിയിൽ തന്നെ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. ബി അസർട്ടീവ്. ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് തന്നെ വന്നിരിക്കുന്ന നോ നീഡ് ടു വറിയാണ്. വിഷമിക്കേണ്ട കാര്യമില്ല. പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുക. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാലും ഒരുപാടല്ല, നിയർ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ സമീപ ഭാവി തന്നെയാണ്. ചൂസ് എ ന്യൂ ഡയറക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു വ്യക്തി ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ ഒരു ബന്ധത്തെ ഇനി മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് കുറച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം മറ്റൊരു രീതിയിൽ ഇതുവരെ പോയിക്കൊണ്ടിരുന്ന രീതി അല്ലാതെ നിങ്ങളുടെ ബന്ധത്തിൽ നല്ലൊരു ഹെൽത്തി കോൺവെർസേഷൻ കാര്യങ്ങളൊക്കെ നടത്തി മറ്റൊരു ഡയറക്ഷനിലൂടെ ബന്ധത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്നും നിങ്ങളുടെ കറണ്ട് എനർജിയിൽ നിങ്ങൾക്കായിട്ട് വന്നിരിക്കുന്ന ഗൈഡൻസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ ആണ്. യുക്തിപൂർവ്വം നിങ്ങൾ നന്നായിട്ടൊന്ന് ചിന്തിക്കുക. അതിനുശേഷം ആ ഒരു നല്ല രീതിക്കുള്ള പോസിറ്റീവ് എനർജിയിലേക്ക് വരിക. റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടും നിങ്ങളുടെ പേഴ്സൺ ആയിട്ടും ക്ലൂസ് കൂടെ എത്രത്തോളം കണക്റ്റഡ് ആണെന്നുള്ളത് നോക്കുക. ചിത്തിര, ആർ എന്നൊരു ലെറ്റർ, ഉത്രം, 32, 28, തിരുവോണം, കൊല്ലം, ജൂലൈ മന്ത്, കാലിക്കറ്റ്, സെപ്റ്റംബർ, പി എന്നൊരു ലെറ്റർ, ബാംഗ്ലൂർ, പൂരം, കോട്ടയം, ട്രിവാൻഡ്രം, 1968, 1988, ഓഗസ്റ്റ് മന്ത്, 42. ഇതൊക്കെയാണ് ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ വീണ്ടും നമുക്ക് നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.